ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് /NOB13 ഓക്കെ, നമ്മൾ /NOB13 എടുക്കുന്നു. അപ്പൊ നമുക്കിവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് വരും, ലോക്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ SM12 എടുക്കുന്നു. SM12 എടുക്കുന്നു. ക്ലയന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് യൂസർ നെയിമും ഡിലീറ്റ് ചെയ്യുന്നു. നേരെ സെർച്ച് ചെയ്യുന്നു. ഈ ക്ലയന്റ് ഡിലീറ്റ് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ടി കോഡ് റൺ ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടി കോഡ് വരുന്നത് /NOB13 ആണ്. /NOB13 ഇവിടുന്ന് ന്യൂ എൻട്രീസ് എടുക്കുന്നു. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഞാനിവിടെ CJ12 എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ ബജാജ് കമ്പനി ഇംഗ്ലീഷിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. നേരെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യാൻ നേരത്തെ നമ്മൾ പ്രോംപ്റ്റ് വരുന്നു, സേവ് ചെയ്യുന്നു. ഇനി സ്റ്റെപ്പ് 6 ആണ്, ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പ് /NOBD4 ആണ് കോഡ്. ടൈപ്പ് ചെയ്യുന്നു. /NOBD4 ടൈപ്പ് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു. ഇവിടെ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകത്തിനൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ ബിസിനസ് എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് അത് പ്രകാരം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ന്യൂ എൻട്രീസ് എടുക്കുന്നു. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് CJ12 കണ്ടോ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ BJ12 കമ്പനി. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ അണ്ടറിലാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ASS എന്ന് പറഞ്ഞാൽ അസറ്റ്സ് അക്കൗണ്ടുകളെ ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 1000 വരെ അസറ്റ്സ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും എന്റെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇവിടെ കൊടുക്കുന്നു. LIA മീൻസ് പറഞ്ഞാൽ ലയബിലിറ്റീസ് ആണ്. 1000ന്റെ കണ്ടിന്യൂഷൻ 1001 മുതൽ 2000 വരെ ലയബിലിറ്റീസ്. വീണ്ടും സെയിം ഗ്രൂപ്പ്. EXP എക്സ്പെൻസസിന് ഉദ്ദേശിക്കുന്നു. കണ്ടിന്യൂഷൻ 2001 മുതൽ 3000 വരെ എക്സ്പെൻസ്. സെയിം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. INC പറഞ്ഞ ഇൻകം ആണ്. 3001 മുതൽ 4000 വരെ ഇൻകംസ്. സെയിം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. EQT ഇവിടെ ഇക്വിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. 4001 മുതൽ 5000 വരെ ഇക്വിറ്റീസ്. അങ്ങനെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം വേണ്ട ലെഡ്ജേഴ്സുകളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്താണ് ഫ്രം, എന്താണ് ടു എന്നുള്ളതൊക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരെ സേവ് ചെയ്യുന്നു, പ്രോംപ്റ്റ് വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് സ്റ്റെപ്പ് 7 ആണ്. നോട്ട് ചെയ്തോളൂ. അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ടി കോഡ് ട്രാൻസാക്ഷൻ കോഡ് വരുന്നത് /NOB62 ആണ്. ഓപ്പൺ ആക്കുന്നു. നേരെ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ കമ്പനി കോഡ്, നമ്മൾ കമ്പനി കോഡ് ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കമ്പനി കോഡിന്റെ ഫസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇവിടെ നമ്മളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലോട്ട് ചെന്നിട്ട് നമ്മളുടെ ജനറേറ്റ് ചെയ്ത ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നു. നേരെ നമ്മൾ സേവ് ചെയ്യുന്നു. അതായത് നമ്മുടെ കമ്പനിയിലേക്ക് വേണ്ട, സോഫ്റ്റ്വെയറിലേക്ക് വേണ്ട അക്കൗണ്ട് ഗ്രൂപ്പ് നമ്മൾ ഇവിടെ ക്രിയേറ്റഡ് ആയി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 6 കഴിഞ്ഞു. സ്റ്റെപ്പ് 7 കഴിഞ്ഞു. സ്റ്റെപ്പ് 8 റീറ്റേൺഡ് ഏർണിംഗ്സ് അക്കൗണ്ട്. സ്റ്റെപ്പ് 8 എന്ന് പറഞ്ഞാൽ റീറ്റേൺഡ് ഏർണിംഗ്സ് അക്കൗണ്ട് ആണ്. റീറ്റേൺഡ് ഏർണിംഗ്സ് അക്കൗണ്ട് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യുക എന്നാണ്. /NOB53 സെലക്ട് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കുന്നു, നേരെ എന്റർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിൽ ഞാൻ PL എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ അക്കൗണ്ട് കോളത്തിൽ ഒരു അക്കൗണ്ട് ഡിജിറ്റ് കൊടുക്കുക, എന്നിട്ട് എന്റർ ചെയ്യുക. അക്കൗണ്ട് നമ്പേഴ്സ് കൊടുക്കുക, എന്റർ ചെയ്യുക, നേരെ സേവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബജാജ് എന്ന കമ്പനിക്ക് വേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റീറ്റെയിൻ ഏർണിംഗ്സ് അക്കൗണ്ട് നമ്മളവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളവിടെ ജനറേറ്റ് ചെയ്യും. അടുത്തത് സ്റ്റെപ്പ് 9 ഡിഫൈൻ ഫിസിക്കൽ ഇയർ ഓർ ഫിനാൻഷ്യൽ ഇയർ വേരിയന്റ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്റ്റെപ്പ് 9 ഡിഫൈൻ ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ ഇയർ വേരിയന്റ്. ഈ കോഡ് വരുന്നത് /NOB29. അതായത് നമ്മൾ ഒരു പീരീഡ് ജനറേറ്റ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. അതായത് നമ്മൾ എത്ര മാസത്തോളാണ് SAPയിലെ ഈ ഒരു ഫിനാൻഷ്യൽ പീരീഡ്. 12 മാസമാണ് ബാക്കിയുള്ള ERP സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ 16 മാസമാണ്.
16 മാസം കൊണ്ട് നമുക്കൊരു വർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് പോണ വഴി കാണാം. അപ്പോൾ SAP എന്നൊരു S/4HANA SAPക്കകത്ത് അല്ല എല്ലാ SAPക്കകത്തും ഇവിടെ 16 മാസമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറെ പീരീഡ് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പീരീഡ് സെലക്ട് ചെയ്യുക. 12 മാസം 4 അഡീഷണൽ മാസമുള്ള ഏതെങ്കിലും പീരീഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പീരീഡ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയും നമുക്ക് വേണ്ട പീരീഡ് ഞാൻ JB എന്ന് കൊടുത്തു, ഇഷ്ടമുള്ളത് കൊടുക്കാം, ക്രിയേറ്റ് ചെയ്യുകയും എൻ്റർ ചെയ്യുക. അപ്പോൾ JB എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഒരു മെസ്സേജ് വരും, ദ നെയിം ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് സെയിം കീ. അപ്പോൾ JB കൊടുക്കാൻ പറ്റില്ല. ഞാനിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ BK എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ BK ആക്സെപ്റ്റ് ആയി. അങ്ങനെ ഞാൻ ഇവിടെ പീരീഡ് കോപ്പി ചെയ്യണേ ചോദിക്കുന്നു. ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. BK എന്ന പീരീഡാണ് നമ്മളുടെ ഈ ബജാജ് എന്ന കമ്പനിക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സേവ് ചെയ്യുന്നു. അങ്ങനെ ഡാറ്റ വാസ് സേവ്ഡ്, പ്രോംപ്റ്റ് വരുന്നു, സേവ് ആകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് സ്റ്റെപ്പിൽ ചെയ്തു? 9ാമത്തെ സ്റ്റെപ്പിൽ ചെയ്തു. 10ാമത്തെ സ്റ്റെപ്പാണ് അസൈൻ ഫിസിക്കൽ വേരിയന്റ് ടു കമ്പനി കോഡ്. അസൈൻ ഫിസിക്കൽ വേരിയന്റ് ടു കമ്പനി കോഡ്, അതായത് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത BK എന്ന പീരീഡ് നമ്മൾ കമ്പനി കോഡായിട്ട് അസൈൻ ചെയ്യണം, കമ്പനി കോഡിലേക്ക് കൊണ്ടുവരണം. അതിന് T കോഡ് വരുന്നത് /NOB37 എന്നാണ്. /NOB37 സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഡാറ്റ അവിടെ ഓപ്പൺ ആണ്. നമ്മൾ SM12 ഓപ്പൺ ആക്കുന്നു. ഇവിടെ ക്ലയന്റ് യൂസർ നെയിം ഡിലീറ്റ് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു, സെലക്ട് ആൾ കൊടുക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റ്, നേരെ സെയിം T കോഡ് ഓപ്പൺ ആക്കുന്നു. ഇവിടെ നേരെ പൊസിഷനിൽ പോകുന്നു. നമ്മുടെ കമ്പനി കോഡ് സെലക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത BK എന്ന പീരീഡ് ഇവിടെ ആഡ് ചെയ്യുന്നു, നേരെ എൻ്റർ ചെയ്യുന്നു. നേരെ നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്രോംപ്റ്റ് വരുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെപ്പ് 10 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു 5 സ്റ്റെപ്പ് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പ്, അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ഡിഫൈൻ റീറ്റെയിൽഡ് ഏർണിംഗ്സ് അക്കൗണ്ട്, ഡിഫൈൻ ഫിസിക്കൽ ഇയർ ഓർ ഫിനാൻഷ്യൽ ഇയർ വേരിയന്റ്, അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അസൈൻ ഫിസിക്കൽ വേരിയന്റ് ടു കമ്പനി കോഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് വ്യൂ ചെയ്യാം. ഓക്കെ.